ഒരുപാട് നേരത്തെ എണീക്കാതെയും ഫുൾ മാർക്ക് വാങ്ങാതെ തെളിയിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ കുറവായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോകാൻ ചില ദിവസങ്ങളിൽ താല്പര്യപ്പെടാറില്ല എന്നൊക്കെ പറയുന്നത്. നീറ്റിലായിട്ടും ബോർഡിലായിട്ടും ഒരുപാട് ഇന്റർവ്യൂ വന്നു. എല്ലാവരും ഒരേ സാധനമാണ് പറഞ്ഞത്. ജൂനിയേഴ്സിനോട് അടുത്തൊക്കെ പറയുന്നത്. അപ്പോൾ ചില്ലറക്കാരില്ല എന്ന് മനസ്സിലായില്ലേ. പൊതുവെ ഭയങ്കര പോസിറ്റീവ് മൂഡാണ് ഇവിടെ ആകെ മൊത്തം. ഫിസിക്സ് NCERT മാത്രം പോരാ, വീട്ടിൽ തന്നെ 2 ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ പൊതുവെ കുട്ടികൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇപ്പോഴത്തെ ട്രെൻഡിങ് റീൽസിൽ ഒരു മ്യൂസിക് ഒക്കെ മനസ്സിൽ ഓർത്ത് വരും. +1 +2 ലൈഫിൽ ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, എന്തെങ്കിലും റിഗ്രറ്റ്, കുറ്റബോധമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഹായ്, ഇന്ന് നമ്മുടെ ഇന്റർവ്യൂവിൽ നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിലെ +2 റിസൾട്ട് വന്നപ്പോൾ സ്റ്റേറ്റ് ടോപ്പറായി വന്ന ഒരു സ്റ്റുഡന്റ് ആണ് നന്ദാദേവി. നന്ദാദേവിയുടെ സ്ഥലം കലഞ്ഞൂർ, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരുപാട് പേരൊന്നും 1900 സ്കോർ ചെയ്തിട്ടില്ല. ആൻഡ് നമ്മുടെ നന്ദാദേവിയുടെ സ്റ്റോറീസ് നമുക്ക് നോക്കാം. അടിപൊളി സ്റ്റോറി ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദാദേവിയുടെ പേരെങ്കിൽ മാറിപ്പോട്ടോ, ക്ഷമിക്കില്ലേ? നീ ക്ഷമിക്കില്ലേ? യെസ്. അപ്പൊ നന്ദാദേവിയുടെ നമുക്ക് ആ ഒരു എൻ്റെ +1 +2 ജേണി ആൻഡ് എങ്ങനെ അത് അച്ചീവ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് വളരെ ക്വിക്കായിട്ട് നോക്കാം. റെഡി? സ്റ്റാർട്ട് ചെയ്യാം. ടെൻഷനൊന്നുമില്ല, കൂളാണ്. പൊതുവെ കണ്ട സമയത്ത് തന്നെ ചിരിച്ച് എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടല്ലേ? ഈ ചിരി എപ്പോഴും ഇങ്ങനെ മൊത്തം ഉണ്ടാവാറില്ലേ? ചിലപ്പോ ഏതാ നിമിഷം ദേഷ്യം വരുമ്പോ മാത്രല്ലേ? കണ്ടാല് പൊതുവെ ഭയങ്കര ചിരിച്ച് പ്ലസന്റ് ആയി നിൽക്കുന്ന ആളാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം ഡീൽ ചെയ്തിരുന്നത്. എക്സാംസ് വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാംസ് അടുക്കുമ്പോ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും പൊതുവെ എല്ലാം ഫ്രീ ആയിട്ടാണ് ഞാൻ എല്ലാം പഠിച്ചോണ്ടൊക്കെ ഇരുന്നത്. കോൺഫിഡന്റ് ആണ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാറ്? സബ്ജക്ട് ഒക്കെ കോൺഫിഡന്റ് ആണ്. മെയിൻ സബ്ജക്ട്സ്, കോർ സബ്ജക്ട്സ് ഒക്കെ ഒരു പ്രശ്നമില്ല. ഈ ലാംഗ്വേജിലാണ് വലിയ പ്രശ്നം വരാറ്. ലാംഗ്വേജ് ആയിരുന്നു ഇച്ചിരി ഡൗട്ട് വന്നത്. യെസ്. ഫസ്റ്റ് ഇയറിൽ എക്സാം റിസൾട്ട് വന്നപ്പം ഇംഗ്ലീഷിന് മാത്രം 5 മാർക്ക് പോയി. അപ്പൊ ഇംപ്രൂവ് ചെയ്തു, ആ മാർക്ക് അങ്ങ് വാങ്ങിയെടുത്തു. +2 എത്തിയപ്പോ ഒന്നും നോക്കിയല്ലേ? ഇംഗ്ലീഷ് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിരുന്നോ? ഇംഗ്ലീഷ് അന്ന് പഠിച്ചതിനേക്കാളും കൂടുതൽ അന്ന് ഞാൻ ജസ്റ്റ് വായിച്ച് പഠിക്കായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം വന്നപ്പോ മൊത്തം കാണാതെ പഠിച്ച് എല്ലാം എഴുതി പഠിച്ച് അങ്ങനെയായിരുന്നു. എഴുതി പഠിക്കുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റോറീസ് എല്ലാം, ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി പ്രോബ്ലംസ്, ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അത് അടിപൊളി ഹെൽപ്പ് ചെയ്തു. അത് ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വന്നായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞു വെച്ചോട്ടോ. അതായത് ഇത് കാണുന്ന ഈ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് വരെ ഇംഗ്ലീഷിൽ നിങ്ങൾ ഫുൾ മാർക്ക് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ അത് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വേറെ എന്താ പഠിച്ചാൽ പോരെ? വേറെ നമ്മുടെ നോട്ട്സ്, സമ്മറി ഒക്കെ നല്ലതായിട്ട് പഠിക്കാം. എല്ലാത്തിന്റെയും സമ്മറി ഒന്ന് കാണാതെ പഠിച്ചു വെച്ചാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് വരും എഴുതാൻ. പറഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ ധാരാളം ഫുൾ മാർക്ക് കിട്ടാൻ. ഇതൊന്ന് എഴുതി പഠിക്കാനുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ? ഏതായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോ അതിലൊന്നും പ്രശ്നമില്ല. സബ്ജക്ട്സ് പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം എന്താ? നീ ബോർഡ് ബേസ്ഡ് ആയിട്ടാണോ പഠിച്ചത്, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടാണോ പഠിച്ചത്? എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി +2 ലെവലായിരുന്നു. ബോർഡ് എക്സാം +1 ഫുള്ള് ബോർഡ് എക്സാം ലെവലായിരുന്നു. പിന്നെ ഏത് പോയിന്റിലാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്തേ? +1 വെക്കേഷന്റെ ആ സമയത്ത്. എന്താണ് ആ ഒരു ടേണിംഗ് പോയിന്റ്? എന്താ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്താണ് കൂടുതലും അതിനെപ്പറ്റി അറിയാനൊക്കെ. വെക്കേഷന്റെ ആ ഫ്രീ ടൈം ഒക്കെ ആയപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. സിനിമ കണ്ട് മോട്ടിവേഷൻ വന്നോ? അങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ കുറെ സിനിമകളൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സിന്റെ ഒക്കെ സിനിമകളൊക്കെ പെട്ടെന്നൊരു ദിവസം അല്ല അങ്ങനെയല്ല, പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. മുമ്പ് ചെറുപ്പത്തിലെ ഡോക്ടറാണ് ആഗ്രഹം ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിൽ മീൻസ് ഒരു 8ാം ക്ലാസ് ആ ഒരു സമയമൊക്കെ ആയപ്പോ ചെറുതായിട്ടൊരു ചെറുതായിട്ടുണ്ടായിരുന്നു. +1 ആ വെക്കേഷൻ എത്തിയപ്പോ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അല്ലേ? വെക്കേഷൻ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു? +1 വെക്കേഷൻ സമയം ആ സമയത്താണ് നീറ്റിനെ പറ്റി കൂടുതൽ ഇങ്ങനെ അറിയാൻ, കുറച്ചുകൂടെ നീറ്റിനെ പറ്റിയൊക്കെ അറിയാൻ തുടങ്ങിയത്. നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ +2 ആയപ്പോഴാണ് ആ നീറ്റിന്റെ ലെവലില് പഠിക്കാൻ തുടങ്ങി. +1 റിവൈസ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ +2 അഡ്വാൻസ് ആയി പഠിക്കായിരുന്നു വെക്കേഷനിൽ? +2 ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ ബയോളജിയാണ് വെക്കേഷൻ വെറുതെ കളയണ്ട. +1 കുട്ടികൾ ഇപ്പം കാണുന്നുണ്ട്, ഡെഫിനറ്റ്ലി വെക്കേഷൻ ടൈം ആയിരിക്കും. അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങാം. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് വെച്ചാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അല്ലേ? അത് കൂടുതൽ ഞാൻ ഫിസിക്സ് ഒക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് നോക്കിയത്. പിന്നെ +1 ബയോളജി ആ സമയത്ത് കുറച്ചുകൂടെ നോക്കിയായിരുന്നു. ബയോളജി പിന്നെ ടെക്സ്റ്റ് ബുക്ക്. പിന്നെ ഈ ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ പൊതുവെയുള്ള കുറച്ചൊക്കെ അടിച്ചു പൊളിക്കും, കുറച്ച് ദിവസം ഉഴപ്പിക്കൊണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ടൈം എങ്ങനെ ഒരു ഡേയിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യാം? അതായിരിക്കും പൊതുവെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. അതായത് ഈ ടോപ്പേഴ്സ് ആയി വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒരു ക്വസ്റ്റ്യനാണ്.
ഞാൻ രാവിലെ എത്ര മണിക്ക്? രാത്രിയിലാണ് രാവിലെ പഠിക്കുന്നത്. എത്ര മണിക്ക് എഴുന്നേൽക്കും? രാവിലെ ഒരു 7 മണിക്കാണ് അമ്മ അവിടെ ഉണ്ടേ, സത്യം പറയണോ? 7 മണിക്ക് എഴുന്നേക്കാറുള്ളൂ, 5 മണിക്കൊന്നും ഇല്ല എഴുന്നേ ഇല്ല ആ പരിപാടിയേ ഇല്ല. ഇല്ല. അതെന്താ എഴുന്നേക്കാത്ത? രാത്രി ലേറ്റ് ആയിട്ടാ കിടക്കുന്നത്. കിടക്കുന്നത് അത് ആദ്യമേ ശീലമാണല്ലോ. പണ്ടെന്ന് വെച്ചാൽ ഒരു 10ാം ക്ലാസ് ആ ഒരു സമയമായപ്പം തൊട്ട് പഠിക്കാനുള്ളത് തുടങ്ങിയപ്പോ തൊട്ടേ ലേറ്റ് ആയിട്ട് രാത്രി ലേറ്റ് ആയിട്ടാ കിടക്കാറ്. അപ്പൊ പിന്നെ ആ ഒരു ടൈം കിട്ടാൻ വേണ്ടി രാവിലെ കുറച്ചുകൂടെ ഉറങ്ങും. അപ്പൊ രാവിലെ പഠിത്തമില്ല, അപ്പൊ രാവിലെ പഠിക്കാതെ അല്ലെ, ഒരുപാട് നേരത്തെ എണീക്കാതെയും ഫുൾ മാർക്ക് വാങ്ങാന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് ഓരോ കുട്ടികൾക്ക് ഓരോ രീതിയായിരിക്കും അല്ലെ. എക്സാമിന്റെ സമയമാകുമ്പോ ഒരു 5-5:30 ആകുമ്പോ എക്സാം സമയത്ത് പോലും 5:30, എക്സാം സമയത്തൊക്കെ 3 മണിക്കാണ് പൊതുവെ എല്ലാവരും എഴുന്നേൽക്കാറ്. അപ്പോ ചില ഓരോരുത്തരുടെ സ്റ്റൈൽ അത് നിങ്ങൾ ചൂസ് ചെയ്യട്ടോ. അപ്പൊ അതൊക്കെ ലേറ്റ് നൈറ്റ് പഠിക്കുന്നതാണെങ്കിൽ മേ ബി അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്നിട്ട് രാവിലെ നേരെ പരിപാടി കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോവാം. റെഡി. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ എങ്ങനെ അടിച്ചു പൊളിച്ചിട്ടുണ്ടോ? +1 +2 ലൈഫ് ഫ്രണ്ട്സ് ഒക്കെ കുറവായിരുന്നു. അപ്പൊ പിന്നെ ക്ലാസ് ഇരിക്കുക അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സിൽ ഇരിക്കുക, വല്ലാണ്ട് ഒരു ഉഴപ്പുന്ന രീതി സ്കൂളിൽ ചെയ്തിട്ടില്ല. ക്ലാസ് തന്നെ അവിടെ തന്നെ പഠിക്കുകയായിരുന്നു. കുറച്ചൊക്കെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അപ്പൊ വീട്ടിൽ വരുമ്പോ വായിക്കുമ്പോ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. പല ടോപ്പേഴ്സും പറഞ്ഞാണ് ചിലപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകാൻ ചില ദിവസങ്ങൾ താല്പര്യപ്പെടാറില്ല എന്നൊക്കെ പറയുന്നത്. കുറച്ച് ദിവസമൊക്കെ വീട്ടിലിരുന്നാണ് വീട്ടിൽ പഠിക്കുന്നുള്ള അതുള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല അല്ലെ. ലാബ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ലാബ് കാര്യങ്ങൾ അതൊക്കെ ആ ഒരു സമയം ലാസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പം ടീച്ചേഴ്സ് എല്ലാം ആ ഒരു ലാസ്റ്റ് വീക്ക് എല്ലാം പഠിപ്പിക്കുകയാണ്. അതിന് എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു അവസാനം മാത്രം പഠിച്ചാൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ആ സമയത്തായിരുന്നു. റെക്കോർഡൊക്കെ ആദ്യം തീർത്ത് വെച്ചിരുന്നു. റെക്കോർഡ് വെക്കേഷനിൽ തീർത്തു. ശ്രദ്ധിച്ചോട്ടോ, റെക്കോർഡ് തീർത്ത് വെച്ചാൽ വലിയ ഉപകാരം. കാരണം അവസാനം വരച്ചാല് ബുദ്ധിമുട്ടാവും. ഇല്ലായിരുന്നു, എല്ലാം ചെയ്ത് കഴിയുക. റെക്കോർഡ് തീർത്ത് വെക്കുക, മാക്സിമം പണി തീർത്ത് വെക്കുന്നത് അടിപൊളിയായിരിക്കും. ജൂനിയേഴ്സിനോടാണ് അതൊക്കെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാബ് എക്സാമിന്റെ സമയത്ത് നീ ജെഇ അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെ? ഇല്ല, ജെഇ എക്സാം അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. നീറ്റ് മോഹാണ്. അപ്പൊ പിന്നെ ഇടയ്ക്ക് വേറെ എക്സാം ഒന്നും വന്നില്ല, നേരെ മോഡൽ എക്സാം. ഇല്ല, നീറ്റ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആളാണ്. ആൻഡ് നീറ്റ് ഇത്തവണ എഴുതിയിട്ട് എത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? 540 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ചില്ലറക്കാരില്ല മനസ്സിലായില്ലേ. അപ്പോ ഒരു അടിപൊളി ഒരു ടാർഗറ്റ് നീ സെറ്റ് ചെയ്തിട്ടുണ്ടോ? എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ? എനിക്കൊരു 690-700 ആ ഒരു റേഞ്ച് ആണ്. ചെറുതൊന്നല്ല കേട്ടോ, വലുതന്നെ പിടിച്ച്. അങ്ങനെ തന്നെ വേണ്ടത്. ആ ഒരു കോൺഫിഡൻസ് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല, ആ ഒരു നേടും തന്നെ. ഇനി മേക്കപ്പ് ചെയ്യണം അല്ലേ? മേക്കപ്പ് ചെയ്യണം അല്ലെ? അതില് നിനക്ക് +1 ആണോ +2 ആണോ നീ കൂടുതൽ ഉഴപ്പിയല്ലേ പഠിക്കാതെ പോയി നിനക്ക് തോന്നിയത്? +1. കാരണം ഒന്നും അറിയാതെ പോയത് +1. പിന്നെ നിങ്ങളെ ബാച്ച് ഒരുപാട് ലേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്യാൻ. +2 ബാച്ച് +1 ഒരുപാട് ലേറ്റ് അല്ലോ. ഒക്ടോബറിലെങ്ങാനല്ല സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ തന്നെ ഓണത്തിന്റെ ലീവ് എന്തൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? +1 കൂടുതലായിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല നീറ്റിന്റെ കാര്യങ്ങളൊന്നും. പിന്നെ +2 ആയപ്പോഴാ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ തുടങ്ങിയത്. റെഡി. അപ്പോ ഈ ബോർഡ് ബേസ്ഡ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ എൻട്രൻസ് പോലെ എക്സാംസിന്, കാരണം ബോർഡ് എക്സാമിന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ വാങ്ങിയ ആളാണ്. അപ്പോൾ ബോർഡ് ബേസ്ഡ് ആയിട്ട് മാത്രം പഠിച്ചു, അതായത് പൊതുവെ കേരളത്തിന്റെ സ്റ്റേറ്റ് ബോർഡിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ബയോളജി ഒഴികെ വേറെ ആരും അല്ലെ, മാക്സിമം ചില സമയത്ത് എക്സസൈസ് ചെയ്യും, പക്ഷെ അതിനുപരി ഫോളോ ചെയ്യാറില്ല. അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താ? ബോർഡ് എക്സാം ലെവലിൽ പഠിച്ചാല് നമുക്ക് നീറ്റിൽ ഒരു ആവറേജ് സ്കോർ ഒക്കെ കിട്ടത്തുള്ളൂ. നല്ലൊരു ടോപ്പ് മാർക്ക് ഒക്കെ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ NCERT ബുക്ക് ഫോളോ ചെയ്യണം. NCERT ബുക്ക് ഫോളോ ചെയ്യണം. നീ എല്ലാ സബ്ജക്റ്റും NCERT ഫോളോ ചെയ്തിട്ടുണ്ടോ? കെമിസ്ട്രിയും ബയോളജിയാണ് മെയിൻലി ഫോളോ ചെയ്തിരുന്നത്. ഓർഗാനിക് ഒക്കെ ഫുള്ള് വായിക്കണം, ടെക്സ്റ്റ് ഫുള്ള് വായിക്കണം. കെമിസ്ട്രിയുടെ കേസിൽ NCERT തന്നെ മതി, നീറ്റിന്റെ കേസ് എന്ന് പറഞ്ഞു. ഫിസിക്സ് NCERT മാത്രം പോരാ, NCERT വേണ്ട എന്നുള്ളൊരു സത്യാവസ്ഥ ഉണ്ട്. NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് നല്ലതാണെന്നൊരു പറയാറുണ്ട് ഫിസിക്സിന്. പക്ഷെ NCERT മാത്രം തന്നെ ഫിസിക്സിന്റെ കേസിലില്ല അല്ലെ? ഇല്ല, മറ്റേ കെമിസ്ട്രിയില് ഓർഗാനിക്കിന് എന്തായാലും വായിക്കണം, മസ്റ്റാണ്. കെമിസ്ട്രി അതേപോലെ റിയാക്ഷൻസ് ഒക്കെ അതേപോലെ വരും. പിന്നെ ബോർഡ് എക്സാമിനും കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിനൊക്കെ അങ്ങനെ ടെക്സ്റ്റിനകത്തു നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നീറ്റിനും അത് തന്നെ നമുക്ക് നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാംസ് ഒക്കെ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡാണ്. CBSE സിലബസ് പഠിക്കുന്ന കുട്ടികൾ ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് അവരെ ബോർഡ് എക്സാം പോലും എഴുതുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി നീറ്റ് അല്ലെ ജെഇ പോലത്തെ എക്സാംസിന് ഒരു അഡ്വാൻറ്റേജ് വരാറുണ്ടെന്ന് പറയാൻ കാരണം ഇതാണ്. അപ്പോൾ സ്റ്റേറ്റ് പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇവരുടെ അഡ്വൈസ് നിങ്ങൾ നിർബന്ധമായും കേൾക്കണം, NCERT ഫോളോ ചെയ്യണം. മാത്സ് എങ്ങനെ നീ ഭയങ്കര ഡെപ്തിൽ പഠിച്ചണോ? നീറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇല്ല, ടീച്ചേഴ്സ് ഒക്കെ തരുന്ന അങ്ങനെയൊക്കെ ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണം രീതിയിൽ അങ്ങനെ പഠിച്ചിരുന്നു. അതിനുപരി മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നോ? മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. അതായത് ജെഇക്കൊക്കെ ഉള്ളതാണ് മിസ്ലേനിയസ് ലെവലിൽ പോവാറ്.
നിലവിൽ കേരളത്തിന്റെ പാറ്റേണിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസും നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും മാത്സ് ബോർഡ് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റാണ് തന്നെ മതി. അതായത് നീറ്റ് മാത്രം ടാർഗറ്റിട്ടുള്ള ആൾക്കാർ മിസ്ലീനിയസിലേക്കൊന്നും പോകേണ്ട ആവശ്യം പൊതുവെ വരാറില്ല. സമയം കിട്ടാത്തത് വേറെ പ്രശ്നമാണ്. പിന്നെ നിന്റെ പഠന രീതി എങ്ങനെയാ? നീ ഒരു കണ്ടിന്യൂസ് ഒരുപാട് പഠിക്കുകയാണോ അല്ലെങ്കിൽ ബ്രേക്ക് എടുത്ത് പഠിക്കുന്ന രീതിയാണോ? രാത്രി ഇരിക്കുമ്പോ എനിക്ക് കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റും. ഈ ഡേ ടൈമിലൊക്കെ ഇരിക്കുമ്പോ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ബ്രേക്ക്. സ്കൂളിലെ ദിവസം നീ എങ്ങനെയാ നിന്റെ പഠന രീതി എങ്ങനെയാ? സ്കൂൾ കഴിഞ്ഞിട്ട് അല്ല സ്കൂളിൽ നിന്ന് പഠിച്ചു തുടങ്ങും? ഇല്ല സ്കൂളിൽ രാവിലെ പഠിക്കുന്നില്ല. ഇല്ല സ്കൂളിൽ നിന്ന് അങ്ങനെ ബ്രേക്കിന് പഠിക്കുന്ന പരിപാടിയൊന്നും അങ്ങനെയൊന്നുമില്ല. സ്കൂളിൽ നിന്ന് നമ്മളെല്ലാം കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആവുക, ഡൗട്ട്സ് ഉണ്ട് ടീച്ചറിനോട് ചോദിക്കുക. സ്കൂളിൽ പൊതുവെ ചില്ലായി ഇങ്ങനെ പോവുക. വന്നു കഴിഞ്ഞാൽ ഒരു 7 മണി തൊട്ട് പഠിക്കാനിരിക്കുക. 7 മണി തൊട്ട് ഇങ്ങനെ ആദ്യം നമുക്ക് ഹോംവർക്ക് ഒക്കെ കാണുമല്ലോ, അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി നമ്മള് നീറ്റിനാണെങ്കിൽ അത് ഫുൾ അത് പഠിക്കണം. നീറ്റിന്റെ ഒക്കെ സിലബസ് ഒക്കെ ഫുള്ള് കവർ ചെയ്യണം. പിന്നെ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബ്രേക്ക് വേണം ചെറുതായിട്ട്. പിന്നെ ഒരു 10 മണി തൊട്ട് കണ്ടിന്യൂസ്. 3 മണി വരെയൊക്കെ പോകും. പിന്നെ രാവിലെ എങ്ങനെ എഴുന്നേൽക്കല്ലേ? പിന്നെ ഇല്ല 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. 7 മണി വരെയൊക്കെ ഉറങ്ങണം എനിക്ക്. അല്ല നിനക്ക് എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ടായിരുന്നു? 6 മണിക്കൂറൊക്കെ 6 മണിക്കൂർ ഉറങ്ങിയിട്ട് കുറവാണത്. റെഡി. അപ്പൊ ലേറ്റ് നൈറ്റ് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ പഠിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്റ്റർബൻസ് അങ്ങനെ പൊതുവേ അത് ഒരു കാം ആൻഡ് ക്വയറ്റ് സിറ്റുവേഷനിൽ പഠിക്കണം എന്നുള്ളതാണ് അല്ലെ. പിന്നെ പഠിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഹെൽപ്പ് നീ തേടാറുണ്ടോ? അതായത് ഫ്രണ്ട്സിനോട് ചോദിക്കുകയെ ഇല്ല ടീച്ചേഴ്സിനോട് ചോദിക്കുകയെ? ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പേരൻസ് അവരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ടീച്ചറാട്ടോ, അച്ഛന് കോളേജ് ലെക്ചറാണ്. ഇപ്പൊ പറയാൻ വെച്ചു അമ്മയും പഠിപ്പിക്കുന്നുണ്ടല്ലേ? അത് ശരി. അപ്പൊ വീട്ടിൽ തന്നെ 2 ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അവരെ ഹെൽപ്പ് എങ്ങനെയുണ്ട് ചോദിക്കാറുണ്ടോ? അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മെയിൻലി അവരാണ്. പിന്നെ ടീച്ചേഴ്സിനോട് ചോദിക്കാൻ മടിയാണ്. 2 പേര് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ? ഏതൊക്കെ സബ്ജക്ട്സ് അച്ഛനും അമ്മയും ഹെൽപ്പ് ചെയ്യാറ്? അച്ഛൻ ഫിസിക്സും മാത്സും, അമ്മ ബയോളജി, അങ്ങനെയൊക്കെ എല്ലാ സബ്ജക്റ്റ് സബ്ജക്ട്സ് ആയി. അപ്പൊ അതൊരു അടിപൊളിയായിട്ട് എന്താ നിന്റെ ആ ഒരു ജേർണിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഗൈഡൻസ് തരാറുണ്ട് കറക്റ്റ്? എല്ലാത്തിനും സപ്പോർട്ട്. അല്ല നിന്നെ കംപ്ലീറ്റ് ആയിട്ട് നിന്നെ വിശ്വസിച്ചാണോ അല്ലെങ്കിൽ നിനക്ക് ഇടയ്ക്ക് അങ്ങനെ റൂട്ട് കുറച്ചുകൂടി പഠിക്കണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരാറുണ്ടോ? അങ്ങനെ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്യാൻ പറയും. പിന്നെ അല്ലാതെ ഞാൻ പഠിക്കുന്നതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ ഫ്രീ ആയിട്ട് വിട്ടാൽ തന്നെയാണല്ലേ ഇവിടെ? അതായത് ഇവിടെ തന്നെ ഓൾമോസ്റ്റ് പല ക്ലാരിറ്റി ഞാൻ സംസാരിച്ച സമയത്ത് ആൾക്ക് ഇനി തുടർന്ന് ഇവിടെ പഠിക്കണം, കോളേജ് MBBS അവിടെ പഠിക്കുന്ന പോലും പ്ലാൻ ചെയ്ത ആളാണ്. അപ്പൊ അങ്ങനത്തെ പേർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ പൊതുവെ ഒരു കറക്റ്റ് പാത്ത് അവരെ മൈൻഡിലുണ്ടാവും. അപ്പൊ അവര് പോകുന്ന കറക്റ്റ് റൂട്ട് തന്നെ ആണെങ്കിൽ പിന്നെ അതിൽ പേടിക്കാനൊന്നുമില്ല. ഫുൾ കോൺഫിഡൻസ് പാരന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പഠിക്കാൻ ഒരുപാട് രീതികളുണ്ട്. ഇപ്പൊ കണ്ടന്റ് ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പം നിന്റെ ഒരു വ്യൂ പോയിന്റ് എനിക്ക് വേണ്ടത്, അതായത് ഈ പഠിക്കാന്നുള്ളതിൽ ഇപ്പം സ്വയം നിനക്ക് പഠിക്കാം, വേണമെങ്കിൽ റെഫറൻസിന് വേറെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഇപ്പം ഈ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ വന്നതിന് ശേഷം അത് നിന്റെ ഒരു വ്യൂ പോയിന്റ് എന്നാ ആ കാര്യത്തിൽ? നമുക്കിപ്പം എല്ലാ ദിവസവും സ്കൂളിൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ചിലപ്പം ടീച്ചേഴ്സ് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് ഈ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പോയിന്റ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈച്ച് ആൻഡ് എവരി ഈ ഒരു ടെക്സ്റ്റിലുള്ള ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ആണെങ്കിലും നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു വന്നിരിക്കുന്നത്. അപ്പം ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പറ്റാത്ത ഡൗട്ട്സ് വരെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ചില ടീച്ചേഴ്സ് ദേഷ്യപ്പെടാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള. അപ്പം അത് ഇവിടെ ഓൺലൈനായിട്ട് നമുക്ക് എന്ന് പറയുമ്പോൾ ഏതൊരു ഡൗട്ടിനും നമുക്ക് ആൻസർ ഉണ്ട്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുറന്നത്. അപ്പൊ അതൊരു പോയിന്റ് ആട്ടോ. അതായത് മിസ് ഔട്ട് ആയി കഴിഞ്ഞ പോയിന്റ്സ് ഇപ്പൊ സ്കൂളിലൊക്കെ ഒരിക്കലേ ക്ലാസ് കിട്ടാറുള്ളൂ. അത് മിസ്സായതാ. നമുക്ക് എന്തെങ്കിലും അസുഖമോ എന്ത് റീസണാലും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ ടോപ്പിക്ക് പിന്നീട് നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് പഠിക്കണം. ഈ ഓൺലൈൻ ആകുമ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു എളുപ്പം ഉണ്ടാവും. പിന്നെ നേരത്തെ യാസീൻ സാർ കേസ് അല്ലേ പറഞ്ഞു, യാസീൻ സാറ് ഭയങ്കര ഫേവറേറ്റ് ടീച്ചറാന്ന് പറഞ്ഞു. അപ്പം സാറൊക്കെ പ്രത്യേകത എന്താ? നീ എന്നെ നേരത്തെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? സാറിന്റെ ക്ലാസ് ഈച്ച് ആൻഡ് എവറി പോയിന്റ്സും പറഞ്ഞായിരിക്കും. ഒരു റിവിഷൻ ക്ലാസ് ആണെങ്കിൽ പോലും അതിനകത്തും ഫുൾ കണ്ടന്റ് സാറ് മാക്സിമം ഉൾപ്പെടുത്തും. അപ്പം നീറ്റിന്റെ ക്ലാസ്സിൽ പോലും ഇല്ലാത്ത കുറെ സ്പെഷ്യാലിറ്റീസ് ആ സാറിന്റെ റിവിഷൻ ലൈവ് പോലും ഉണ്ട്.
മിക്ക നീറ്റ് ചാനൽസിനകത്തും അവര് ആവശ്യമുള്ള ഇത് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. പക്ഷെ സാറിന്റെ ബോർഡ് എക്സാം ലെവലിൽ പോലും സാറ് നീറ്റ് ലെവലിലാണ് ക്ലാസ് ഒരു പോയിന്റ് ചെറിയ എക്സാമ്പിൾ വരെ പറയും. അപ്പൊ പലരും ചോദിക്കാറുണ്ട് സാറിന്റെ എത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്, പ്രത്യേകിച്ച് എങ്ങനെങ്കിലും പാസ് ആവണമെന്നുള്ളവർക്ക് അല്ലെ ചിലർ ചോദിക്കുന്നത് അത്രയും പോയിന്റ് എന്നുള്ള. സാറ് എപ്പോഴും പറയുന്ന സാധനം, അതായത് ഒരു പോയിന്റെങ്കിലും ഒരു പോയിന്റ് അത് എവിടെയെങ്കിലും അവർക്ക് ഉപയോഗപ്പെടും. ഉപയോഗമില്ലാത്തൊന്നും എൻസിആർടി ടെക്സ്റ്റ് ബുക്കിൽ വരാറില്ല. അപ്പോൾ സാർ അത് അടിപൊളിയായിട്ട് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഓൺലൈനിലൊക്കെ നടക്കുള്ളൂ. കാരണം ഓഫ്ലൈനായിട്ട് ടൈമിന്റെ പരിമിതി ഭയങ്കരമായിരിക്കും. പിന്നെ മെന്റേഴ്സ്, നിന്റെ മെന്റർ ആയിരുന്നു അക്ഷയ മാം അല്ലേ? ആദ്യം മോനിഷ അക്ഷയ തൃശ്ശൂരുള്ള മാം വിളിക്കായിരുന്നോ? വിളിക്കായിരുന്നു. നിനക്ക് പിന്നെ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ടെൻഷൻ പറയേണ്ട കാര്യമില്ല. ടെൻഷൻ അങ്ങനെ അമ്മയോടാണ്. അമ്മയുള്ളതുകൊണ്ട് ടെൻഷൻ ഇല്ല. അതാണ് പിന്നെ ആരോട് പറയാന്. ചില ആൾക്കാർക്ക് ടെൻഷൻ ഭയങ്കര പ്രശ്നമാണ്. അതായത് മെന്റേഴ്സിനെ വിളിച്ച് കരയുന്ന ചില ആൾക്കാരുണ്ട്. എക്സാം വന്നാല് കുറെ കരച്ചിലായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ PYQs ആണോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആണോ അല്ലെങ്കിൽ PYQ പോലുള്ള സംഭവങ്ങളാണ് നീ കൂടുതൽ യൂട്ടിലൈസ് ചെയ്തത് ജിബോട്ട് ആപ്പിൽ? രണ്ടും ഒരുപോലെ. പിന്നെ ആ ഒരു എക്സാമിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മള് PYQs ആയിരിക്കും കൂടുതലും കംപ്ലീറ്റ് നോക്കും. വൺ ഷോട്ട് കണ്ടിരുന്നോ? എല്ലാത്തിനും ആ ഒരു ഒന്ന് റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ്സ് നമുക്ക് ഡൗട്ട് തോന്നിയാൽ വൺ ഷോട്ടിലൂടെ നമുക്കത് ക്ലിയർ ആവും. നീ ആദ്യം പഠിക്കും, എന്നിട്ട് വൺ ഷോട്ട്. അത് അടിപൊളി. എന്നാലും ഫർഹാനി സെയിം ഫർഹാന ഇന്നലെ ഇന്റർവ്യൂവിൽ പറഞ്ഞതും സെയിം ആണ്. അവൾ ആദ്യം പഠിക്കും, എന്നിട്ട് വൺ ഷോട്ട് കണ്ടിട്ട് അവൾ മിസ്സായ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അതും കൂടി പഠിക്കും. പിന്നെ നീ ക്ലാസ് കാണുന്നതിന്റെ മുമ്പ്, ഫോർ എക്സാമ്പിൾ സ്കൂളിൽ പോകുന്നതിന്റെ മുമ്പ് ആ ടോപ്പിക് അഡ്വാൻസ് ആയിട്ട് കാണാറുണ്ടായിരുന്നു? അതെല്ലാം നമ്മൾ ഓൾറെഡി ആ ഒരു ഷെഡ്യൂളില് പറഞ്ഞ എല്ലാം ആദ്യമേ ക്ലിയർ ചെയ്തായിരുന്നു. അത് അവിടെ സ്കൂളിലെ ക്ലാസ് കുറച്ച് ലേറ്റ് ആയിരിക്കുമല്ലോ. ഇവിടെ നേരത്തെ തുടങ്ങിയോണ്ട് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ പറ്റി. അതുകൊണ്ട് സ്കൂളിലെ ക്ലാസ് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഒരു ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് ഫുൾ തീർന്നായിരുന്നു. അപ്പൊ എത്ര റിവൈസ് ചെയ്തു? ലാബ് ഒക്കെ വന്നോണ്ട് കുറച്ച് റിവൈസ് ചെയ്യാൻ ഫെബ്രുവരി ഒക്കെ ആയപ്പോഴാണ് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഫുൾ ഫുൾ റിവിഷൻ കഴിഞ്ഞായിരുന്നു. പിന്നെ പബ്ലിക്കിന് 2-3 റിവൈസ് അത്യാവശ്യം ലീവ് ഉണ്ടായിരുന്നു അല്ലേ? 2 ഫുൾ റിവിഷൻ ഒക്കെ പോസിബിൾ ആയിട്ടുണ്ട്. അപ്പൊ അത് നേരത്തെ തീർക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതില് ഒരുപാട് നേരത്തെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ കൂടി പറ്റും. ഫ്രണ്ട്സിന്റെ കേസ് എങ്ങനെയാണ്? ഒരുപാട് ഫ്രണ്ട്സ് അപ്പൊ പൊതുവെ അധികം ഒരുപാടൊന്നുമില്ല. അപ്പൊ ഒരുപാട് ഡിസ്റ്റർബൻസ് കാര്യങ്ങള്, ഡിസ്റ്റർബൻസ് ഇൻ ദ സെൻസ് ചില കുട്ടികൾ കുറെ ഗ്രൂപ്പ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഇപ്പം നീറ്റിലായിട്ടും ബോർഡിലായിട്ടും ഒരുപാട് ഇന്റർവ്യൂ വന്നു. എല്ലാവരും ഒരേ സാധനമാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഇല്ല. ഇയാൾക്ക് ഇതുവരെ ഇൻസ്റ്റാഗ്രാം ചെയ്തില്ല, ഇതുവരെ ചെയ്തില്ല. ഇന്നലെ പോയ ഫർഹാന ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തില്ല. മുമ്പ് നിങ്ങൾക്ക് പരിചയമുള്ള റംഷാദും ഷവാസും ഇൻസ്റ്റാഗ്രാമേ ഇല്ല. അപ്പോൾ അത് വലിയൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അതായത് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടാണ് ഇവർ പഠിച്ചത്. ഫോക്കസ് 100% അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാതിരിക്കുമ്പോൾ ഇപ്പത്തെ റീലിലെ ട്രെൻഡിങ് എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ. എനിക്ക് റീൽസ് അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പത്തെ പൊതുവെ കുട്ടികൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇപ്പോഴത്തെ ട്രെൻഡിങ് റീൽസിൽ ഒരു മ്യൂസിക് ഒക്കെ മനസ്സിൽ ഓർത്ത് വരും. ഒരു പ്രോബ്ലം ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് മറ്റേ ഫഹദ് ഫാസിലിലെ ആവേശം സിനിമയിലെ കലി തുള്ളി ആ സാധനത്തിന്റെ ഇതൊക്കെ ഓർമ്മ വരിക. കാരണം അവരെ മൈൻഡിൽ പലപ്പോഴും അതാണ് കടന്നു പോവുക. അപ്പം ഇവളെ കേസിലായാലും മുമ്പത്തെ ഞാൻ കേസിലൊക്കെ കണ്ട ഒരു പ്രത്യേകം നോട്ട് ചെയ്യുന്ന കാര്യം കേട്ടോ. ഇതൊരു പാറ്റേൺ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഈ ഒരു പാറ്റേൺസ് പൊതുവെ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ഇന്റർവ്യൂവിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ആയിരിക്കും പറയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുക. ഇനി ടെൻഷൻ വന്നാ നീ ആരോടെ സംസാരിക്കാം? ഫസ്റ്റ് ആരോട്? അമ്മ ഇങ്ങനെ ഫസ്റ്റ് എങ്ങനെ പറയാം? അമ്മ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും. അമ്മ പൊതുവെ കൂളാണോ? അമ്മ ഭയങ്കര മനക്കെട്ടിയാ? നിനക്ക് ഫസ്റ്റ് ഇയർ 5 മാർക്ക് ഇംഗ്ലീഷിന് പറഞ്ഞപ്പോ അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞ് ഇമ്പ്രൂവ് ചെയ്താ കിട്ടുമെങ്കിൽ കിട്ടാൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഫുള്ളാക്കണമെന്ന് ഇതുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അമ്മ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. അമ്മ ഇരുമ്പുപോലെ നിൽക്കൂലേ? സപ്പോർട്ട് ചെയ്യാം. അമ്മൂമ്മ ഇവിടെ ഉണ്ടല്ലോ. അമ്മൂമ്മ ഇടപെടാറുണ്ട് അവളെ കാര്യത്തിൽ എന്തെങ്കിലും? അവളെന്നെ ആയിക്കോളൂല്ലേ? പിന്നെ നമുക്ക് പേടിയില്ലല്ലേ? റെഡി. അപ്പം പൊതുവെ ഭയങ്കര പോസിറ്റീവ് മൂഡാണ് ഇവിടെ ആകെ മൊത്തം. ആളോട് സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. +1 +2 ലൈഫിൽ ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, എന്തെങ്കിലും റിഗ്രറ്റ്, കുറ്റബോധമുള്ള എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ
അതൊന്നുമില്ല. പ്ലസ് വൺ പ്ലസ് ടു ജീവിതം കഴിഞ്ഞു, സ്കൂൾ ജീവിതം കഴിഞ്ഞു, ടി സി കിട്ടാനായി, നിനക്കൊന്നും ഇഷ്ടപ്പെട്ട് ഇല്ല. അങ്ങനെ തോന്നലൊന്നുമില്ല, കുറ്റബോധമൊന്നുമില്ല, അതിൽ ഹാപ്പി തന്നെയാണ് അല്ലേ? എൻജോയ് ചെയ്യുന്നിടത്തൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്, പിന്നെ പഠിക്കുന്നിടത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പലർക്കും മിസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, ചിലർക്ക് പിന്നീട് വലിയ കുറ്റബോധമായിരിക്കും ഇതൊക്കെ. അപ്പൊ അങ്ങനത്തെ കേസ് ഒന്നുമില്ല. അപ്പോൾ നന്ദാദേവിയായിട്ടുള്ള നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ സീരീസ് തുടരും. നമുക്ക് ആദ്യം കവർ ചെയ്യാൻ പറ്റിയ ചില കുട്ടികളുടെ വീട്ടിൽ മാത്രമാണ് പോകുന്നത്. ഇനി മുന്നോട്ട് നമുക്ക് ചില സ്പെഷ്യൽ സ്റ്റോറീസ് ആയിട്ട് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണം. ഓരോ കുട്ടികളുടെ സ്റ്റോറീസിലേക്ക് കടക്കുന്ന സമയത്തും പല പല ഡിഫറെൻ്റ് ആയുള്ള അടിപൊളി ആറ്റിറ്റ്യൂഡ്സും പല സ്റ്റോറീസും മോട്ടിവേഷൻസും നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സീരീസിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.